ആമിൽ അൽ റസൂൽ അധ്യായം 9. ഈ സമാനിൽ ശൗൽ റബ്ബിൻ്റെ സ്വഹാബികളുടെ നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. അവൻ ഖത്തീബിൻ്റെ അടുക്കലെത്തി. ദമസ്കസിൽ ഈസ വഴി കബൂൽ ചെയ്ത സ്ത്രീ പുരുഷന്മാരെ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ അവിടെയുള്ള പള്ളികളിലേക്കുള്ള അധികാരപത്രങ്ങൾ വാങ്ങി. അവൻ യാത്ര ചെയ്ത് ദമസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ഒരു ശബ്ദം അവനോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു: ശൗൽ, ശൗൽ, നീ എന്തിന് എന്നെ അദാബിലാക്കുന്നു? ശൗൽ ചോദിച്ചു: റബ്ബേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടിയുണ്ടായി: നീ അദാബിലാക്കുന്ന ഈസയാണ് ഞാൻ. നീ എഴുന്നേറ്റ് മദീനയിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിനക്ക് പറഞ്ഞു തരും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്ന പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3 ദിവസം അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. അനനിയാസ് എന്നു പേരുള്ള ഒരു സ്വഹാബി ദമസ്കസിലുണ്ടായിരുന്നു. ഒരു മിറാജിൽ റബ്ബ് അവനെ അനനിയാസെ എന്ന് വിളിച്ചു. അവൻ വിളി കേട്ടു: റബ്ബേ, ഇതാ അടിയൻ. റബ്ബ് അവനോട് പറഞ്ഞു: നീ എഴുന്നേറ്റ് തുരിയപ്പൽ മുസ്തഖീം എന്ന് വിളിക്കുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ബൈത്തിൽ താർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അവൻ ദുആയിരുന്നു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരാൾ വന്ന് തനിക്ക് കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു മിറാജ് കണ്ടിരുന്നു. അനനിയാസ് പറഞ്ഞു: റബ്ബേ, ഈ ഇൻസാൻ വിശുദ്ധന്മാർക്ക് എതിരായി ജെറുസലേമിൽ ഏറെ ഷർറ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അങ്ങയുടെ നാമത്തിൽ തലബ് ചെയ്യുന്നവരെ പിടിച്ചുകെട്ടുവാനുള്ള സുൽത്താനിയത്ത് ഖത്തീബുമാരിൽ നിന്ന് അവൻ നേടിയിരിക്കുന്നു. റബ്ബ് അവനോട് പറഞ്ഞു: നീ പോവുക. ജൂതരല്ലാത്തവരുടെയും മലിക്കുകളുടെയും ബനൂ ഇസ്രായേലിൻ്റെയും മുമ്പിൽ എൻ്റെ നാമം വഹിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഉപകരണമാണവൻ. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ അനനിയാസ് ആ ബൈത്തിൽ ചെന്ന് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു: അഹുവായ ശൗൽ, നീ വന്ന വഴിയിൽ നിനക്ക് ളുഹൂറായ ഈസ എന്ന റബ്ബ് നിനക്ക് വീണ്ടും കാഴ്ച കിട്ടുന്നതിനും നീ റൂഹുൽ ഖുദ്ദൂസിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് മഹ്മൂദിയ കബൂൽ ചെയ്തു. അവൻ ഒജീനും കഴിച്ചു ഖുവ്വത്ത് ലഭിക്കുകയും ചെയ്തു. ശൗൽ ദമാസ്കസിലെ സ്വഹാബികളോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. ഈസയാണ് ഇബ്നുള്ള എന്ന് അവൻ പള്ളികളിൽ വയലു പറയാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം അജബിലായി പറഞ്ഞു: ജെറുസലേമിൽ ഈ നാമം വിളിച്ച് തലബ് ചെയ്യുന്നവരെ അദാബിലാക്കിയിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ പിടിച്ചുകെട്ടി ഖത്തീബിൻ്റെ മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? എന്നാൽ ശൗൽ കൂടുതൽ ഖുവ്വത്തോടെ ഈസയാണ് അൽ മസീഹ് എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ പാർത്തിരുന്ന ജൂതന്മാരെ മിണ്ടാതാക്കി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശൗലിനെ കൊല്ലുവാൻ ജൂതന്മാർ കൂടി ആലോചിച്ചു. അവനെ കൊല്ലുവാൻ രാവും പകലും അവർ കവാടങ്ങളിൽ കാവൽക്കാരെ നിർത്തിയിരുന്നു. എന്നാൽ ശൗലിന് അവരുടെ ഫിക്ർ മനസ്സിലായി. അവൻ്റെ സ്വഹാബികൾ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി വിട്ടു. ശൗൽ ജെറുസലേമിലെത്തിയപ്പോൾ സ്വഹാബികളുടെ മജ്ലിസിൽ ചേരാൻ പരിശ്രമിച്ചു. എന്നാൽ അവനൊരു സ്വഹാബിയാണെന്ന് വിശ്വസിക്കാതെ അവരെല്ലാം ശൗലിനെ പേടിച്ചു. ബാർനബാസ് അവനെ റസൂലുമാരുടെ ഖരീബിൽ കൂട്ടിക്കൊണ്ടുവന്നു. ശൗൽ വഴിയിൽ വെച്ച് റബ്ബിനെ കണ്ടതും റബ്ബ് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് ഈസയുടെ നാമത്തിൽ അവൻ ശജാഅത്തോടെ വയലു പറഞ്ഞതും എല്ലാം ബർന്നബാസ് അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ ശൗൽ ജെറുസലേമിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലായിടത്തും പോയി റബ്ബിൻ്റെ നാമത്തിൽ ശജാഅത്തോടെ വയലു പറഞ്ഞു.
യുനാനി ഭാഷക്കാരായ ജൂതരോടും അവൻ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു. അവരോ അവനെ കൊല്ലുവാൻ തക്കം നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ അപ്പുമാർ അവനെ കേസറിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യഹൂദിയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ മഹല്ലിൽ സലാമത്തുണ്ടായി. മഹല്ല് കൂവത്ത് നേടിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടും റൂഹുൽ ഖുദ്ദൂസ് നൽകിയ റാഹത്തിലും വളർന്നു പെരുകിക്കൊണ്ടിരുന്നു. സഫ്വാൻ ദേശത്തെല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് ലിദ്ദയിൽ പാർക്കുന്ന വിശുദ്ധരെയും കാണാൻ ചെന്നു. അവിടെ എനയാസ് എന്നൊരു ഇൻസാനെ അവൻ കണ്ടു. അവൻ 8 കൊല്ലമായി തളർവാദം പിടിച്ച് സഫറാത്തിലായിരുന്നു. സഫ്വാൻ അവനോട് പറഞ്ഞു, ഐനിയാസെ, ഈസ അൽ മസീഹ് നിന്നെ ശിഫയാക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക മടക്കി വെക്കുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലിദ്ദയിലും സാറോണിലും പാർക്കുന്ന എല്ലാവരും അവനെ കണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ തബിത്ത എന്നു പേരുള്ള ഒരു സ്വാഹിബയുണ്ടായിരുന്നു. ഈ പേരിൻ്റെ മാന മാൻപേട എന്നാണ്. ഖൈറായ അമലുകളിലും സ്വതക്ക ചെയ്യുന്നതിലും അവൾ മുന്നിലായിരുന്നു. ആ സമയത്ത് അവൾ ദീനം പിടിച്ച് മൗത്തായി. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലിദ്ദ യോപ്പയുടെ അടുത്താണ്. സഫ്വാൻ അവിടെ മൗജൂദാണെന്നറിഞ്ഞ് സ്വഹാബികൾ 2 പേരെ സഫ്വാൻ്റെ ഖരീബിൽ അയച്ച് വൈകാതെ ഞങ്ങളുടെ ഖരീബിലേക്ക് വരണമെന്ന് തലബ് ചെയ്തു. സഫ്വാൻ ഉടനെ അവരോടൊപ്പം ചെന്നു. സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകളെല്ലാവരും കരഞ്ഞുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. തബിത്ത കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഉടുപ്പുകളും അബായകളും അവനെ കാണിച്ചു. സഫ്വാൻ എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം റുക്കൂ ചെയ്ത് ദുആയിരുന്നു. പിന്നീട് മയ്യത്തിൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബിത്ത എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. സഫ്വാനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് സ്വാലിഹീങ്ങളെയും വിധവകളെയും വിളിച്ച് അവളെ ഹയാത്തുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പ മുഴുവൻ മഷ്ഹൂറായി. ഏറെ പേർ റബ്ബിൽ ഈമാൻ അർപ്പിച്ചു. സഫ്വാൻ തോൽപ്പണിക്കാരനായ ശിമയോൻ്റെ കൂടെ യോപ്പയിൽ ഏറെ നാൾ പാർത്തു.